മമ്മൂക്കയുടെ ടർബോയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പറയുന്നതിൻ്റെ മുന്നേ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ടർബോ എന്ന ചിത്രത്തെ തകർക്കാനുള്ള ഗൂഢമായ നീക്കമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നത്. ബുക്ക് മൈ ഷോ ആപ്പിൽ നിന്നും ഏറ്റവും കുറച്ച് ടിക്കറ്റ്സുകൾ മാത്രം സോൾഡ് ഔട്ട് ആവുന്ന സമയം നോക്കി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഞായറാഴ്ചത്തെ ബുക്കിങ്ങിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇന്നത്തെ ഡേറ്റിലേക്ക് മാറ്റി എഡിറ്റ് ചെയ്ത് ഇന്ന് ഈ ഒരു സിനിമയ്ക്ക് തീരെ ബുക്കിംഗ് ഇല്ല എന്ന തരത്തിലൊക്കെയാണ് സ്ക്രീൻഷോട്ടുകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത്. നല്ല എന്റർടൈനർ എന്ന റിപ്പോർട്ടുള്ള സിനിമയെ എങ്ങനെയെങ്കിലും മലൈക്കോട്ടെ വാലിബൻ പോലെ തിയേറ്ററിൽ ദുരന്തമാക്കാനുള്ള ഒരു കൂട്ടരുടെ നീക്കമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. യൂട്യൂബിലൂടെയും കളക്ഷൻ കുറച്ച് കാണിച്ചുകൊണ്ട് സിനിമയെ നല്ല രീതിയിൽ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. അത്തരക്കാരോട് ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളുടെ താരത്തിന്റെ സിനിമയുടെ ബഡ്ജറ്റ് 70 കോടിയായിരുന്നല്ലോ. ആ ഒരു ചിത്രത്തിന് വേൾഡ് വൈഡ് നിന്ന് നേടാൻ സാധിച്ചത് വെറും 30 കോടി രൂപ. ആ ചിത്രത്തിന്റെ ലൈഫ് ടൈം കളക്ഷൻ മമ്മൂക്ക 2 ദിവസം കൊണ്ട് തകർത്തെന്ന് പറഞ്ഞേക്ക്. അങ്ങനെ ഒരു ദുരന്തമായി തീരാൻ മമ്മൂക്ക വൈശാഖ കൂട്ടുകെട്ടിലെത്തിയ ഒരു ചിത്രത്തിന് ഒരിക്കലും സാധിക്കില്ല. ടർബോ വേറെ ലെവൽ കളക്ഷനോട് കൂടെ തന്നെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീക്കെൻഡ് കളക്ഷനോട് കൂടെ തന്നെ ടർബോ ഏകദേശം 40-45 കോടിയിലേക്ക് എത്തപ്പെടും. ഇനി 50 കോടി ടച്ച് ചെയ്താലും അത്ഭുതപ്പെടാനില്ല. രണ്ടാം ദിവസം ഈ ഒരു സമയത്ത് രാത്രി 7:30 ടർബോ എന്ന ചിത്രത്തിന്റെ സ്ക്രീൻഷോട്ട് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ എടുക്കുമ്പോഴും ഏകദേശം 7000 മുകളിൽ ടിക്കറ്റ്സുകളാണ് മണിക്കൂറിൽ സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ദിവസം ടർബോ വേൾഡ് വൈഡിൽ നിന്ന് 15 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി എന്നതാണ് ഫ്രൈഡേ മാറ്റിനെയും ഫോറം കേരളവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ നിന്നും ആദ്യ ദിവസം 6.25 കോടിയോളം നേടിയിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുടെ ടർബോ. അങ്ങനെയെങ്കിൽ 2 ദിവസങ്ങൾ കൊണ്ട് ടർബോ വേൾഡ് വൈഡിൽ നിന്ന് 25 കോടിക്കും 30 കോടിക്കും ഇടയിലുള്ള ഒരു കളക്ഷൻ തൂക്കും. വാലിബൻ പോലെ തിയേറ്ററിൽ ഒരു ദുരന്തമായി മാറാൻ ഒരിക്കലും മെഗാസ്റ്റാറിന്റെ ടർബോ എന്ന ചിത്രത്തിന് സാധിക്കില്ല. ചിത്രം ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് തന്നെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. ഓക്കെ, ബൈ.